You are chosen, you are called out, you are not ordinary, you are ordained. Hallelujah. അതേ ദാവീദ് 12-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ പാടിയത് അഷ്ടമി രാഗത്തിലാണ്. രാഗന്മാർ പ്രിയരെ, 4-ാം സങ്കീർത്തനം തന്ത്രനാദത്തിൽ പാടിയ ദാവീദ് 12-ാം സങ്കീർത്തനം പാടിയത് എങ്ങനെയാണ്? അഷ്ടമി രാഗത്തിലാണ്. സങ്കടത്തോടെ, ഹൃദയഭാരത്തോടെ, കിന്നരത്തിന് തന്ത്രികൾ മീട്ടി ദാവീദ് പാടിയ പാട്ടുണ്ട്. എന്നാ പാട്ട്? യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഓ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞിരിക്കുന്നു. യഹോവേ നീ രക്ഷിക്കണമേ. ഓ സേവ് അവർ ചർച്ച്, കർത്താവേ എന്റെ സഭയെ രക്ഷിക്കണമേ. ഭക്തന്മാരില്ല. സ്ഥാനം അലങ്കരിക്കുന്നവരുണ്ട്, പട്ടക്കാരുണ്ട്, സുവിശേഷ പ്രവർത്തകരുണ്ട്, ആത്മായ നേതാക്കന്മാരുണ്ട്. പക്ഷെ വിശുദ്ധന്മാരില്ല, വിശ്വസ്തന്മാരില്ല, ഭക്തന്മാരില്ല. യഹോവേ രക്ഷിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും പ്രിയരെ? ജീവനത്തെ നിസ്സാരമായി കാണാൻ അനുവാദമില്ല. ജീവനത്തെ നിസ്സാരമായി കാണാൻ അനുവാദമില്ല. ഞാനൊരു പള്ളിയിൽ കൺവെൻഷൻ പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിന്റെ നടുവിൽ ഞാൻ മദ്യപാനത്തെക്കുറിച്ച് ശക്തമായി പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ പള്ളിയിലെ അച്ഛനാണ് എനിക്ക് പേഴ്സ് തന്നത്, TA തന്നത്. ഒരു കവറിൽ അച്ഛൻ TA തന്ന് എന്നോട് പറഞ്ഞു, വെച്ചാൽ ഞങ്ങളുടെ സന്തോഷ ഉപഹാരമാണ്, അച്ഛൻ സ്വീകരിക്കണം. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞാൻ ചോദിച്ചു, വെച്ചാൽ ട്രസ്റ്റി ഇല്ലേ? ട്രസ്റ്റി വന്നില്ലേ? അച്ഛനാണ് സാധാരണ അച്ഛന്മാർ തരാറില്ല, ട്രസ്റ്റിമാരൊക്കെയാണ് ഇത് ചെയ്യുക, ഈ കർമ്മം ചെയ്യുന്നത് അപ്രകാരമാണ്. എന്ത് പറ്റി അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ ട്രസ്റ്റി നേരത്തെ പോയി അച്ഛാ. ട്രസ്റ്റി പോയത് എന്തുകൊണ്ടാണ്? അച്ഛൻ ട്രസ്റ്റിയുടെ വീട്ടിലാണോ അച്ഛാ രാത്രി ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്? അല്ല അച്ഛാ, ആ ട്രസ്റ്റി എന്താണെന്നറിയത്തില്ല അച്ഛാ. അച്ഛൻ വളരെ ഭക്തനായ ഒരു മനുഷ്യനായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, അറിയില്ല അച്ഛാ, അച്ഛൻ ഇന്ന് മദ്യപാനത്തെക്കുറിച്ചൊക്കെ ശക്തമായി പ്രസംഗിച്ചതുകൊണ്ടായിരിക്കാം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ അച്ഛാ? അദ്ദേഹം മിലിറ്ററി റിട്ടയർഡാണ്. എല്ലാ മാസത്തിനും 1-ാം തീയതി മിലിറ്ററി ക്യാൻറ്റീനിൽ പോകും. തനിക്ക് ഇഷ്ടമുള്ള മദ്യം കാർഡ് ഉപയോഗിച്ച് വാങ്ങും. ഇഷ്ടമുള്ള മദ്യം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് മൂക്കറ്റം കുടിക്കുമെന്നും ബാക്കി മദ്യം ബ്ലാക്കിൽ മറിച്ചു വിൽക്കും. ഇവൻ ആരാണ്? പള്ളിയിലെ പാവപ്പെട്ട ജനം അർപ്പിക്കുന്ന സ്തോത്ര കാഴ്ച ഈ മദ്യപാനി തന്നെ കൈകൊണ്ട് എണ്ണുന്നവനാണ്. അവനാണ് ആ പള്ളിയിലെ ട്രസ്റ്റി. ഓ എന്തൊരു ധൈര്യമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തൊരു ധൈര്യമാണിത്! മദ്യപിക്കുന്നവനും പുകവലിക്കുന്നവനും കൊള്ളപ്പലിശ വാങ്ങുന്നവനും സാക്ഷ്യമില്ലാത്തവനും അധാർമിക ജീവിതം നയിക്കുന്നവനും അവിശുദ്ധ ബന്ധങ്ങൾ ജീവിക്കുന്നവനും ദൈവത്തിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ സ്വർഗം അനുവദിക്കുന്നില്ല. ഓ സ്വർഗം ഒരു നാളും അനുവദിക്കുന്നില്ല. യിരെമ്യാ പ്രവാചകൻ 48-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, യഹോവയുടെ വേല, ശ്രദ്ധിക്കണം പ്രിയരെ, അടിവരയിടണം, യഹോവയുടെ വേല അലംഭാവത്തോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. യഹോവയുടെ വേല അലംഭാവത്തോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. ഹല്ലേലൂയ. 2023-ാം ആണ്ട് ഫെബ്രുവരി മാസം 26-ാം തീയതി ഈ രാത്രി ഞാൻ പങ്കുവയ്ക്കുന്ന ഈ വചനത്തിന് ഞാനും ഒരു നാളിൽ ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടതുണ്ട് പ്രിയനുള്ളവരെ. നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇത് തീയോടുള്ള കളിയാണ്, ഇത് അഗ്നിയുടെ ശുശ്രൂഷയാണ്. നിസ്സാരമായി ഇതിനെ എടുക്കാൻ അനുവാദമില്ല. നമുക്ക് മനുഷ്യനെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ തോൽപ്പിക്കാൻ, അവനോട് മത്സരിക്കാൻ, അവനെ കബളിപ്പിക്കാൻ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും അനുവാദമില്ല, അല്ലെങ്കിൽ സാധ്യമല്ല. നാം കണക്ക് പറയേണ്ട ശുശ്രൂഷയാണിത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഭയത്തോടെയാണ് ഈ ശുശ്രൂഷ ഞാൻ നിറവേറ്റുന്നത്, വിറയലോടെയാണ് ഞാൻ ഈ ശുശ്രൂഷ നിറവേറ്റുന്നത്. ഞാൻ ഈ പ്രസംഗിക്കുന്ന വചനം എൻ്റെ ഭവനത്തിൽ ജഡം ധരിച്ചില്ലെങ്കിൽ നാളെ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കും, നാളെ എൻ്റെ കുഞ്ഞുങ്ങളെന്നോട് ചോദിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മൂത്ത മകൻ 6 വയസ്സുള്ളപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വരും. അവൻ എപ്പോഴും ഇങ്ങനെ വന്നിരിക്കും. ഞാൻ വേറെ പുസ്തകത്തിൽ നിന്ന് വാക്യങ്ങൾ എഴുതുമ്പോൾ, പ്രസംഗം തയ്യാറാക്കുമ്പോൾ അവൻ്റെ ഒരു പുസ്തകവുമായിട്ട് വന്ന് അവനും ഇരിക്കും. അവന് നോട്ട് എഴുതും, എന്തൊക്കെ വരച്ചും കുറിക്കുമായിരിക്കാം. അവരുടെ കൊച്ചു ബൈബിളുണ്ട്, അവനും മറിക്കും. ഞാൻ കാലുപൊക്കി വയ്ക്കും. ഞാൻ വെള്ളം കുടിക്കാൻ അവനും ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് കുടിക്കും. ഒരു ദിവസം 6 വയസ്സുള്ള ഈ കുഞ്ഞിനോട് പറഞ്ഞൊരു സത്യമുണ്ട്. എന്നോട് പറഞ്ഞു, അപ്പാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ മോനല്ല, ഇവൻ ഇളയ മകനാണ്, ഇവൻ ആരോൻ, മൂത്തവൻ ഏബൽ. അവൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ എന്നോട് പറഞ്ഞത്, അപ്പാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു, പറഞ്ഞോ മക്കളെ, എന്താ കാര്യം? അപ്പാ എനിക്ക് അപ്പായെ പോലൊരു അച്ഛനാകണം, എൻ്റെ കുഞ്ഞ് പറഞ്ഞത്, എനിക്ക് ഒരു അച്ഛനാകണമെന്നല്ല, മാർത്തോമാ സഭയിൽ ഒരു വൈദികനാകണമെന്നല്ല, അപ്പായെ പോലെ എനിക്കൊരച്ഛനാകണം.
ലൈക്ക് യു ഐ വാണ്ട് ടു ബി എ പ്രീസ്റ്റ് എന്നാണ്. ഹല്ലേലൂയ. അപ്പായാണ് എൻ്റെ മാതൃക, അപ്പായാണ് എൻ്റെ വഴികാട്ടി, അപ്പായാണ് എൻ്റെ മാർഗദീപമെന്ന് 6 വയസ്സുള്ള കുഞ്ഞെന്നോടൊരു സന്ദേശമായി, ഒരു പ്രവാചക സന്ദേശമായി പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്.